മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 116ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. ഇയ്യോബ് 25 മുതൽ 28 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം. ഇതാണ് പോർഷൻസ് കേട്ടോ. ഇതെന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലുവാൻ കഴിവുള്ള ഒരു ജീവി. ഈ ജീവിയുടെ പേര് ഒരു പ്രവചന പുസ്തകത്തിലുമുണ്ട്. ഏതാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അതിവേഗത്തിൽ പാഞ്ഞു ചെല്ലുവാൻ കഴിവുള്ള ഒരു ജീവി. ഈ ജീവിയുടെ പേര് ഒരു പ്രവചന പുസ്തകത്തിലുമുണ്ട്. ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ കാണപ്പെടുന്നതും സംഗീതത്തിൽ ഉള്ളതുമായ രണ്ട് പദങ്ങൾ ചേർന്ന ഒറ്റപ്പദം. ഇത് വളരെ മൂല്യമുള്ളതാണ്. എന്താണ്? ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. സസ്യങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ കാണപ്പെടുന്നതും സംഗീതത്തിൽ ഉള്ളതുമായ രണ്ട് പദങ്ങൾ ചേർന്ന ഒറ്റപ്പദം. ഇത് വളരെ മൂല്യമുള്ളതാണ്. എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 5 അക്ഷരമുള്ള ഒരു പദം 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു വാഹനം. 1, 3, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ പ്രണയിനി എന്നർത്ഥം. 1, 5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ശരീര അവയവം. എങ്കിൽ 5 അക്ഷര വാക്ക് ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 5 അക്ഷരമുള്ള ഒരു പദം 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു വാഹനം. 1, 3, 4 അക്ഷരങ്ങൾ ചേരുമ്പോൾ പ്രണയിനി എന്നർത്ഥം. 1, 5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു ശരീര അവയവം. എങ്കിൽ 5 അക്ഷര വാക്ക് ഏത്? നാലാമത്തെ ചോദ്യം, യേശുക്രിസ്തു ചെയ്ത ഒരു അനുഗ്രഹീത ശുശ്രൂഷ പൗലോസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? യേശുക്രിസ്തു ചെയ്ത ഒരു അനുഗ്രഹീത ശുശ്രൂഷ പൗലോസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, ബൈബിളിൽ ഇല്ലാത്ത ഒരു സ്ത്രീനാമത്തിൽ ആരംഭിക്കുകയും ഒരു അവയവത്തിന്റെ പേരിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു 6 അക്ഷര വാക്ക് ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ബൈബിളിൽ ഇല്ലാത്ത ഒരു സ്ത്രീനാമത്തിൽ ആരംഭിക്കുകയും ഒരു അവയവത്തിന്റെ പേരിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു 6 അക്ഷര വാക്ക് ഏത്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒത്തിരി കമന്റ്സിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതൊക്കെ. പക്ഷെ ഒരുപാട് എന്താ പറയാ, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ടീമുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൈസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ നല്ലോണം ബൈബിൾ വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഒത്തിരി പേര് കറക്റ്റ് ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വലിയ ചേഞ്ചസ് വരുത്താതെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. എനിവേ, തുടർന്നും ബൈബിൾ വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഉത്തരങ്ങൾ ശരിയായിട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയും ഉത്തരങ്ങൾ അയക്കേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് ചേർത്തിട്ടാണ് അയക്കേണ്ടത്. ശരി ഉത്തരങ്ങൾ നാളെ രാവിലെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.